അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മൾ ഒരു മദ്രസയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് മറ്റൊരു മദ്രസയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ MSR റെഡിയാക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ സ്വന്തം ചെയ്യേണ്ടതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പോകുന്ന മദ്രസയിൽ നിന്ന്, നമ്മൾ വിട്ടുപോകുന്ന മദ്രസയിൽ നിന്നും മദ്രസയുടെ TC വാങ്ങണം. നമ്മൾ പോകുന്ന മദ്രസയിൽ നിന്ന് സെക്രട്ടറി ഒപ്പുവെച്ച TC ആദ്യം വാങ്ങി വെക്കുക. ശേഷം നമുക്ക് നമ്മുടെ സ്വന്തം മൊബൈലിൽ തന്നെ അത് ചെയ്യാവുന്നതാണ്. അതിനിപ്പോൾ ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിന് ഗൂഗിൾ ഓൺ ചെയ്ത് സമസ്ത ഓൺലൈൻ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ സമസ്ത ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലാദ്യം വരുന്ന ഈ സമസ്ത ഓൺലൈൻ എന്ന് കാണിക്കുന്ന ഇതിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും അടിക്കാൻ വേണ്ടി വരും. ഇവിടെ നമ്മുടെ MSR നമ്മൾ റെഡിയാക്കിയ സമയത്ത് നമുക്കൊരു യൂസർ നെയിം പാസ്വേഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ആദ്യത്തേത് എൻ്റർ ലോഗിൻ ID എന്നുള്ളിടത്ത് അതിൻ്റെ യൂസർ ID എല്ലാവരും MSR എന്ന് വലിയ അക്ഷരത്തിലും ശേഷം നമ്മുടെ MSR നമ്പറും അടിക്കുക. MSR എന്ന് വലിയ അക്ഷരത്തിൽ അടിച്ചിട്ട് ശേഷം നമ്മുടെ MSR നമ്പർ അടിക്കുക. ഇതായിരിക്കും എൻ്റെ ലോഗിൻ ID ഓരോരുത്തരുതും. അവനവൻ്റെ MSR നമ്പറും അതിൻ്റെ മുമ്പിൽ ഒരു MSR എന്ന് വലിയ അക്ഷരത്തിൽ എഴുതണം. ഇതാണ് ലോഗിൻ ID ആയിട്ട് ഉണ്ടാവുക. ഇനി അതിൻ്റെ പാസ്വേഡ് അത് ഓരോരുത്തരുതും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ പാസ്വേഡ് ഉണ്ടാകും. അത് നമ്മൾ ഏതാണ് പാസ്വേഡ് നൽകിയത് അതായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ലോഗിൻ IDയും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ MSR പോർട്ടലിലേക്ക് പ്രവേശിക്കും. ശേഷം നമ്മുടെ ഇടത് ഭാഗത്തൊരു നീല കള്ളിയിൽ ആയിട്ട് കാണാം ഹോം സർവീസ് ഡീറ്റെയിൽസ് എന്നൊക്കെ. ഇതിൽ സർവീസ് ഡീറ്റെയിൽസ് രണ്ടാമത് കാണിക്കുന്ന സർവീസ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ അതിൽ നമുക്ക് നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും. നമ്മൾ ഇതുവരെ ഏതൊക്കെ മദ്രസയിൽ ജോലി ചെയ്തു, എന്നാണ് ചേർന്നത്, എന്നാണ് അവിടുന്ന് പോകുന്നത് എന്നൊക്കെ ഒരു ലിസ്റ്റ് അവിടെ കാണാം. അതിൻ്റെ മുകളിലായിട്ട് കാണിക്കും ഒരു പച്ച കള്ളിയിൽ ആഡ് റിസൈൻ എൻട്രി എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന മദ്രസയുടെ പേരും നമ്പറും കാണിക്കും. ശേഷം നമ്മൾ റിസൈൻ ഡേറ്റ് എന്ന് കാണിക്കും. റിസൈൻ ഡേറ്റ് എന്നുള്ളിടത്ത് ആ മദ്രസയിൽ നിന്ന് നമ്മൾ എന്നാണോ പോരുന്നത് ആ ഡേറ്റ്, അതായത് ആ TCയിൽ ഉണ്ടാകും, ആ TCയിലുള്ള ആ ഡേറ്റ് അവിടെ നൽകുക. ശേഷം അതിൻ്റെ അടിയിൽ കാണാം ചൂസ് ഫയലിന്. അവിടെ നമ്മൾ സെക്രട്ടറിയിൽ നിന്ന് വാങ്ങിയ മദ്രസ TC ഉണ്ടല്ലോ, ആ TC ഫോട്ടോ എടുത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ഫോട്ടോ എടുത്ത് വെക്കുക. ശേഷം ഈ ചൂസ് ഫയൽ എന്നതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകാൻ സാധിക്കും. അവിടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ ഫോട്ടോ സെലക്ട് ആവും. പിന്നീട് അടിയിലൊരു പച്ച കള്ളിയിലായിട്ട് നമുക്ക് റിക്വസ്റ്റ് റിസൈൻ എന്ന് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യലോടുകൂടി ഓഫീസിലേക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് പോകും. നമ്മൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ MSRൽ ചേർത്ത് തരാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഓഫീസിലേക്ക് പോകും. അത് ഓഫീസിൽ നിന്ന് 1-2 ദിവസം കൊണ്ട് അത് അവിടുന്ന് അപ്രൂവ് ചെയ്യും. അതോടുകൂടി നമ്മുടെ MSR നമ്മൾ ജോലി ചെയ്ത മദ്രസയിൽ നിന്നും പോകുന്നത് നമ്മുടെ MSRൽ ചേർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പുതുതായി ചേർന്ന മദ്രസയിൽ ചേർക്കാനുള്ളതാണ്. ചേരുന്ന മദ്രസയിൽ ചേർക്കേണ്ടത് നമ്മുടെ ഈ MSRൻ്റെ പോർട്ടലിലല്ല, അത് നമ്മുടെ മദ്രസയുടെ സൈറ്റിലാണ്. ഏത് നാട്ടിലാണോ നമ്മൾ ജോലിക്ക് പ്രവേശിച്ചത് ആ മദ്രസക്കൊരു സൈറ്റ് ഉണ്ടാവും. അതിൽ ആണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അവിടെ ആ മദ്രസയുടെ സൈറ്റിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ MSRൽ അത് ചേർന്ന് വരും. ഇവിടെ തുറന്നു നോക്കിയാൽ നമുക്ക് അടുത്തതായിട്ട് അവിടെ ജോലി ചെയ്തത് പ്രവേശിച്ചതായിട്ട് നമ്മുടെ MSRൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് മദ്രസയിൽ നിന്ന് വിട്ടാൽ നമ്മുടെ TC MSRൽ ചേർക്കുന്ന രൂപം.